വൃന്ദാനാം തുളസി ബന്നാം ജംഗൽ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഭക്തിയുടെയും സ്നേഹത്തിന്റെയും ദിവ്യാനുഭവങ്ങളുടെയും നാടായ വൃന്ദാവനത്തിലേക്കാണ്. ഉത്തർപ്രദേശിലെ മഥുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകൾ നടന്ന വിശുദ്ധ ഭൂമിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നത് ഈ ദിവ്യാനുഭൂതി നേരിട്ട് അനുഭവിക്കാനാണ്. പുരാണങ്ങൾ പ്രകാരം കൃഷ്ണഭഗവാൻ നന്ദഗോപന്റെയും യശോദാമാതാവിന്റെയും സ്നേഹപുത്രനായി വളർന്നത് ഈ പ്രദേശത്താണ്. ബാല്യത്തിൽ അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം കളിച്ചും പശുക്കളെ മേയിച്ചും യമുനാ നദീതീരത്ത് അദ്ഭുത ലീലകൾ കാട്ടിയും വൃന്ദാവനത്തെ അനുഗ്രഹിച്ചിരുന്നു. വൃന്ദാവനത്തിലെ ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് കാളിയമർദ്ദനം. യമുനാ നദിയിൽ കാളിയൻ എന്ന വിഷസർപ്പം വസിച്ചിരുന്നു. അതിന്റെ വിഷം കാരണം നദിയും പരിസര പ്രദേശങ്ങളും മലിനമായി. ജനങ്ങളും മൃഗങ്ങളും വലിയ ഭയത്തിലായിരുന്നു. ഇത് മനസ്സിലാക്കിയ ബാലകൃഷ്ണൻ യമുനയിലേക്ക് ചാടി കാളിയനുമായി ശക്തമായ പോരാട്ടം നടത്തി. ഒടുവിൽ കാളിയന്റെ നിരവധി തലകളുടെ മുകളിൽ കയറി അത്ഭുതകരമായി നൃത്തം ചെയ്തു. തന്റെ ശക്തിയും കരുണയും പ്രകടിപ്പിച്ച ശേഷം കൃഷ്ണൻ കാളിയനെ കൊല്ലാതെ യമുന വിട്ടു പോകാൻ നിർദ്ദേശിച്ചു. ഇന്നും വൃന്ദാവനത്തിലെ കാളിയഘട്ട് ഈ ദിവ്യലീലയുടെ ഓർമ്മയായി നിലകൊള്ളുന്നു. വൃന്ദാവനത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് നിധിവനും സേവാകുഞ്ചും. ഭക്തർ വിശ്വസിക്കുന്നത് ഇന്നും രാത്രിയിൽ ശ്രീകൃഷ്ണനും രാധാദേവിയും ഇവിടെ രാസലീല നടത്തുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ഈ പ്രദേശങ്ങൾ അടച്ചിടും. പ്രാദേശികർ പറയുന്നത് രാത്രി ഇവിടെ ആരും താമസിക്കാറില്ല എന്നതാണ്. ഇനി നമുക്ക് പോകാം മധുവൻ എന്ന വിശുദ്ധ സ്ഥലത്തേക്ക്. ബ്രജമണ്ഡലത്തിലെ 12 വനങ്ങളിൽ ഒന്നായ മധുവൻ ഭക്തർക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടെ ധ്രുവ മഹാരാജാവ് കഠിന തപസ് ചെയ്തു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ആത്മീയ ശക്തിയുടെയും ഭക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടും. വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങൾ ഓരോന്നും അതുല്യമായ അനുഭവമാണ് നൽകുന്നത്. ബാങ്കെ ബിഹാരി ക്ഷേത്രം, പ്രേം മന്ദിർ, ഇസ്കോൺ ക്ഷേത്രം, രാധാരമൺ ക്ഷേത്രം എന്നിവ ഭക്തർ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് രാത്രി സമയത്ത് പ്രകാശഭരിതമായി തിളങ്ങുന്ന പ്രേം മന്ദിർ കാണുമ്പോൾ അത് ഭൂമിയിലെ ഒരു സ്വർഗാനുഭവം പോലെ തോന്നും. യമുനാ നദീതീരത്ത് നടക്കുന്ന സായാഹ്ന ആരതിയും ഭക്തിഗാനങ്ങളും മനസ്സിന് അപൂർവമായ ശാന്തി നൽകുന്നു. വൃന്ദാവനം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, അത് ഒരു അനുഭവമാണ്. ഓരോ വഴിയിലും രാധേ രാധേ എന്ന നാമം മുഴങ്ങുന്ന ഭക്തിവായുവിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവ്യലോകം. വൃന്ദാവനത്തിൽ എത്തുന്നവർ വീണ്ടും വീണ്ടും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ സ്ഥലത്തിന്റെ മഹത്വം. നിങ്ങൾ വൃന്ദാവനം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ പങ്കുവെക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാധേ രാധേ. ശ്രീകൃഷ്ണ. व्हाइट मार्बल से बना हुआ स्थान है, वो ठाकुर जी का प्राकट्य स्थल। इसी जगह से स्वामी हरदास जी ने आज से करीब 500 वर्ष पहले 12 वर्ष की तपस्या से इसी भूमि के नीचे से दोनों मूर्तियों को प्रकट किया, जिसके लिए आप लोग आए वृंदावन वृंदावन बोलते हुए, जिसके नाम से नगर का नाम वृंदावन है। चलिए, जो वृंदावन था क्या था? इसी प्रकार से तुलसी का जंगल बनता, वृंदा नाम तुलसी और बन्नाम जंगल, नगर का नाम पड़ा वृंदावन। बोलिए राधा रानी की, वृंदावन बिहारी लाल की, ताली बजा दो।